വീഡിയോ വ്ളോഗ്. ചിലപ്പം ഇന്ന് ഔട്ടിങ്ങിന് പോകുമ്പോൾ എനിക്ക് കുറച്ച് ഓർണമെൻറ്റ്സ് വാങ്ങാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പോകും. അതിൻ്റെ ഒരു സ്കിൻ കെയർ ആണ് കഴിച്ച്. ഇപ്പോൾ ഫേസ് വാഷ് ഇതുവരെ ചെയ്തിട്ടില്ല. കാരണം ജനിച്ചപ്പോൾ കാരണന്മാർക്ക് നല്ല ഭംഗിയുണ്ട് പോലുണ്ട്. അപ്പൊ അപ്ലൈ ചെയ്തു ഗായ്സ്, അപ്ലൈ ചെയ്തു. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാണാവോ ഇവിടെ കോജിക്കലോ ഗോൾഡൻ സ്കിൻ ലൈറ്റനിങ് ലോഷൻ. മോയ്സ്ചറൈസർ ഞാൻ തേക്കത്തില്ല, ബിക്കോസ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട്. സൺസ്ക്രീൻ ഉടനെ ഞാൻ വാഷ് ചെയ്തിട്ട് നല്ല ഡ്രൈ ആക്കിയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഉള്ളത് പൗഡർ മുഖ്യം, അല്ലെങ്കിൽ കുളത്തില്ല നൈസ് പൗഡർ. അങ്ങനെ പൗഡർ നമുക്ക് എന്തിടാം? പൗഡർ ഇട്ടോ? ഞാൻ സുന്ദരിയല്ലേ കേട്ടോ. സുന്ദരിയായി. ഐബ്രോവിൻ്റെ ബ്രഷ്. ഈ ഐബ്രോവിൻ്റെ ബ്രഷ് എപ്പോഴും കാണാണ്ടാവും ബിക്കോസ് കുഞ്ഞായത് കൊണ്ട്, പരികയില്ലാത്തത് കൊണ്ടും ഇത് വെച്ച് വരച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കുടുംബ പാരമ്പര്യമാണോ എന്ന് ചോദിച്ചാൽ ആയിരിക്കും. അമ്മയ്ക്കില്ല, ഇതേപോലെ ഇച്ചിരിയുള്ളൂ. പിരിയില്ലാത്ത ആൾക്കാർ നിങ്ങൾക്ക് ഐഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരെ ഫീലിങ്സ് മനസ്സിലാക്കാം. അത് എൻ്റെ ഐഫോൺ 13 ആണ് ഇരിക്കുന്നത്. അത് സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോട്ടോ ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോറേജ് പ്ലീസ്, സ്റ്റോറേജ് ക്ലിയർ ചെയ്യുക, സ്റ്റോറേജ് ഫുള്ളാവുക, ഇതൊക്കെയാണ് സ്റ്റോറി. ഒരു ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല, ഒരു വീഡിയോ എടുക്കാൻ പോലും പറ്റത്തില്ല. എന്തിനാ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആദ്യം ഇരുന്ന ഒരു വിവോൻ്റെ YI18 ആയിരുന്നു. അത് ഞാൻ 8-6 വർഷം ഞാൻ അത് ഉപയോഗിച്ചു. അത് ഇല്ലാണ്ടൊന്നും ആയില്ല, പക്ഷേ ഡിസ്പ്ലേ ഒക്കെ അടിച്ചു പോയി. എന്ന് പറയുമ്പോൾ ഒരു സമയത്ത് ഡിസ്പ്ലേ അടിച്ചു പോയി, പിന്നീട് ഒരു പ്രശ്നമില്ലായിരുന്നു. അത് ശരിയാക്കി പിന്നീട് ഒരു പ്രശ്നമില്ലായിരുന്നു. അത് പറഞ്ഞുകൊണ്ട് നിന്ന സമയത്ത് എൻ്റെ സ്റ്റോറേജ് വീണ്ടും വന്നു. സ്റ്റോറേജൊക്കെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഗസ്റ്റ് പോലെയാണ് എനിക്ക് വരിക. സ്റ്റോറേജ് ഇതിൽ ആ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ പോലെ സ്റ്റോറേജാണ് ഗൈസ്. എനിക്ക് ഇവിടെ സംസാരിക്കണോ ഒരു മനസ്സിലാവുന്നില്ല. സോറി ഫോർ ദാറ്റ്. ഞാൻ പഠിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പം ശ്രമിക്കാൻ ഞാൻ ഇവിടെ ക്യാമറ നോക്കി സംസാരിക്കാം ഗൈസ്. ഓക്കെ, ഇനി പറയാനുള്ളത്, എനിക്ക് ഒരു മറ്റേ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് ഒരു മാല ഉണ്ടല്ലോ, അത് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം. ഒരു ലോട്ടസ്, അതിൻ്റെ ഒരു ലോട്ടസ് ഉള്ളൊരു മാല വാങ്ങാനാണ് പോകുന്നത്. എനിക്കും ചേച്ചിക്കും വേണ്ടിയിട്ട്. ഫ്രണ്ടും വരുന്നുണ്ട്, അവൾക്ക് ഒന്നും വാങ്ങാനില്ലാന്ന് തോന്നുന്നു, അവളെൻ്റെ കൂടെ വരുന്നത് വിളിച്ചുകൊണ്ട്. ഇനി എന്താ ഇടേണ്ട ഗൈസ്? ഒരു ഫോർമാലിറ്റിക്ക് നമുക്ക് ഐഷാഡോ ഇട്ടാലും. ഇന്ന് പുറത്തൊക്കെ ഇറങ്ങണേല്ലേ ഐഷാഡോ. ഇത് ചേച്ചീൻ്റെ ആരുടെയോ ചേച്ചീൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണെന്ന് വെച്ചാൽ ഗിഫ്റ്റ് ചെയ്തതായിരിക്കാം. ചേച്ചീൻ്റെ ഫ്രണ്ട് കൊടുത്തതാണ് ഗൈസ്. അതിൽ നിന്ന് ഒന്നൊക്കെ ഇളകിപ്പോയി. എനിക്കിഷ്ടമുള്ള ഇതും മാത്രമാണ് ഗൈസ്. ഈ രണ്ട് മാത്രമേ ഇടാറുള്ളൂ. പക്ഷേ ഇത് നൈറ്റ് പാർട്ടിക്ക് പോകുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന സംഭവമാണ്. യാ പീൽ മീ എന്നും പറഞ്ഞിട്ടുള്ള, അതെന്താണ് സംഭവം എന്ന് എനിക്ക് അറിഞ്ഞോളൂ. യാ പീൽ മീ എന്നും പറഞ്ഞിട്ടുള്ള ആ ഷെയ്ഡിടാം. ഷെയ്ഡ് പോയിട്ട് ഞാൻ പുറത്ത് പോവാറില്ലാത്തതാണ്. പ്രഹസനമാണല്ലോ എല്ലാം. ഓ മൈ ഗോഡ്. ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉപയോഗിക്കാറുള്ളൂ ഗൈസ്. കൈ കഴുകി വൃത്തിയാക്കി മാത്രം ചെയ്യുക, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരും. ഓക്കെ, എന്നിട്ടിനി എന്ത് ചെയ്യുക? ഇയർബഡ്സ് വെച്ചാൽ ഞാൻ ക്ലീൻ ചെയ്യുന്നത്. ഈ എക്സ്ട്രാസ് വരുന്ന എല്ലാം ഞാൻ എടുത്തുകളയും. അപ്പോൾ മര്യാദയ്ക്ക് ഇതവിടെ ഇരിക്കും. എനിക്ക് കണ്ണാടി ഉള്ളത് കൊണ്ടും
ഉണ്ടോ ഈ സാധനം വരും. കണ്ണാടി എപ്പോഴും വെക്കുന്നത് കൊണ്ട് അതങ്ങനെ പാട് വരും. കണ്ണാടി വെക്കുന്ന ഒരാൾക്ക് മനസ്സിലാവാം ആ ബുദ്ധിമുട്ട് എന്താ, പോകാൻ കുറേ പാട് വരും. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞു. ഇനി എന്താ, ഐലൈനർ ഗൈസ് എല്ലാം ഒരു സാധനത്തിലുണ്ട്, പക്ഷെ തപ്പണം. തപ്പിയാൽ ഒരു സമാധാനം കിട്ടും. തപ്പി നോക്കുക. ഡാസ്ലറിൻ്റെ ബ്ലൂ ഐലൈനർ വാട്ടർ പ്രൂഫാണേ. എണ്ണ വെച്ച് കളഞ്ഞാൽ പോലും പോവാത്ത ഐലൈനർ. ബാക്ക്ഗ്രൗണ്ടിൽ സോങ് ഉണ്ട് ഗൈസ്, മൈൻഡ് ചെയ്യണ്ട. ഹോസ്റ്റലിൽ തുമ്മൽ വരുന്നു. സോറി. ഇപ്പം ഞാൻ ബ്ലൂ ഐലൈനറാണ് ഉപയോഗിച്ചിരിക്കുന്നത് തോന്നുന്നുണ്ടോ? ഇല്ല, അതാണ്. ഉള്ളതാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എനിക്കിങ്ങനെയാണ് ഗൈസ്. ഒരു ഐലൈനർ ഇങ്ങനെ ഇരിക്കും, ഒരു ഐലൈനർ വേറെ കണക്കിരിക്കും. എപ്പോഴും ഈ കണ്ണാണ് എനിക്ക് പോകാറുള്ള. ലെഫ്റ്റ് റൈറ്റ് എപ്പോൾ ശരിയാവും ഗൈസ്. റൈറ്റ് ഓൾവേസ് റൈറ്റ്. ഇനി അടുത്തെന്തുവാ, ലിപ്സ്റ്റിക് ഏതിടം വിചാരിക്കും. കുറേ ഉണ്ടല്ലോ, കുറേയൊന്നുമില്ല ഗൈസ്. എനിക്ക് എൻ്റെ ഫേസ് ബ്രൈറ്റായിട്ട് കാണിക്കണം, എനിക്ക് ഡള്ളായിട്ടിരിക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഡാർക്ക് ഷെയ്ഡ്സാണ് എനിക്ക് പ്രിഫർ ചെയ്യുന്നത്. ഇത് ഏതോ ഒരു ലോക്കൽ ബ്രാൻഡാണ്. ചേച്ചി വീട്ടിൽ ഈ ഇടയ്ക്ക് ഒരെണ്ണം വാങ്ങിയപ്പോൾ ഇത് വെറുതെ ഇരിക്കണമുണ്ടപ്പോൾ ഞാൻ അങ്ങനെ കൊണ്ട് വന്നതാണ്. ഞാൻ അങ്ങനെ കോസ്മെറ്റിക് സാധനങ്ങളൊന്നും വാങ്ങാറില്ല. എല്ലാം ചേച്ചി എന്താ ചെയ്യുന്നത്, അത് അവൾ വേറെ പുതിയ വാങ്ങുമ്പോൾ അതിങ്ങോട്ട് കൊണ്ടുവരിക. അതാണ് എൻ്റെ പണി. ചില പേര് കാണുമെന്നെ പോലെ കമൻ്റ് ചെയ്യുക. ലിപ്സ്റ്റിക് ഇടാത്ത ഞാനും ലിപ്സ്റ്റിക് ഇട്ട ഞാനും കിട്ടും. എൻ്റെ വീട്ടിൽ ഞാനും ചേച്ചിയും ലിപ്സ്റ്റിക് ഇടുന്നതിനും അവൾ അൺപെർഫെക്ഷൻ ആയിരിക്കും, ഞാൻ പെർഫെക്ഷൻ ആയിരിക്കുന്നുണ്ട് ഗൈസ്. പല്ലിലുണ്ടോ? പല്ലില്ല. ഇനി എന്താ, ഇനി ബ്ലഷ് ഇതൊക്കെ ഇത്ര ഓവറൊക്കെ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ഓവറാവണം. ഓവറായാൽ രസം ഉണ്ടാവും. ഈ ബ്ലഷും ചേച്ചിയുടെ എൻ്റെ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബ്ലൂ ഐലൈനറില്ലേ, അത് എൻ്റെ മാത്രം. ഈ വീഡിയോ എത്ര ലെങ്ത് കാണുമെന്ന് എനിക്കറിയില്ല. മാക്സിമം ഞാൻ എടുക്കാൻ ശ്രമിക്കാം. ഞാൻ ഒരു അടുത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഗൈസ്. പക്ഷേ ഇത് ഒരുങ്ങി കഴിഞ്ഞു ഇപ്പോൾ തീർന്നു ഗൈസ്. ഇനി കമ്മലൊക്കെ ഇട്ടാൽ മതി. പക്ഷേ ഡ്രസ്സ് ഏതാണെന്ന് ഞാൻ ഇതുവരെ നോക്കി വെച്ചിട്ടില്ല. അതാണ് എൻ്റെ ഗൈസ്. എന്തെങ്കിലും ഉണ്ടോ? ചിലപ്പോൾ ഞാൻ റിങ് ആയിരിക്കും ഇടുന്നത്. റിങ്
ഇയറിങ്. ഇതിനെന്ത് റിങ്, ഇതെന്ത് കമ്മലെന്ന് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. റിങ് കമ്മലോ ബട്ട് ഈ കമ്മൽ ഇടും. പക്ഷെ എന്ത് കോസ്റ്റ്യൂം ഇടേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ കോസ്റ്റ്യൂമൊക്കെ നോക്കിയിട്ട് വരാം. ഗൈസ് ഇതായിരിക്കും ഞാൻ വേറെ ഇതിട്ട വീഡിയോ കുറേ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറേയോ രണ്ടോ ഇത് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സൊന്നും ഇല്ല ഗൈസ്, ഡ്രസ്സൊക്കെ ഇനി വാങ്ങണം. ഇത് ഈ ഇടയ്ക്ക് വാങ്ങിയത് അച്ഛൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റേ എറണാകുളത്ത് ഇവിടെ വന്നില്ലേ, അതിനിട്ട ഡ്രസ്സാണ്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് മാറിയിട്ട് വരാവേ ഗൈസ്. ഇതിൻ്റെ കൂടെ ഇത് വേറെയാവോ എന്നറിയില്ല. ഇതിൻ്റെ കൂടെ ചെറിയ കമ്മലല്ലേ കൊള്ളാം. ചെറിയ കമ്മല പക്ഷേ ഈ കമ്മലിനെ അധികം ഇടാത്തതാണ്. പക്ഷെ ഇന്നിടാമെന്ന് വിചാരിച്ചതാ. അതിൻ്റെ ഇതിടാം കുട്ടിക്കമ്മൽ. ഓക്കെ, ഹെയറിനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എല്ലാ വർഷവും വെട്ടുന്ന ഒരാളാണ്. ഇത്രയും വരെ വെട്ടിയത് ലാസ്റ്റ്, പിന്നെ ഞാൻ വെട്ടിയിട്ടില്ല. ഇപ്പോൾ ഒരു വർഷം ഞാൻ ഫുൾ വെട്ടിയിട്ടില്ല. ഈ വർഷം ലാസ്റ്റ് വെട്ടുമായിരിക്കാം. പക്ഷെ എൻ്റെ വീട്ടുകാർ സമ്മതിക്കത്തില്ല. ഞാനാണ് ഗൈസ് എപ്പോഴും എൻ്റെ വീട്ടിൽ മുടി വെട്ടിത്താ എന്ന് പറഞ്ഞ് അവസാനം അവർ ഇറിറ്റേറ്റ് ചെയ്ത് അമ്മ വെട്ടിത്തരും ഗൈസ്. ഞാൻ ഇതുവരെ പാർലറിൽ പോയിട്ട് മുടി വെട്ടിയിട്ടില്ല. എനിക്ക് എപ്പോഴും അമ്മയാണ് വെട്ടിത്തരാറ്. എനിക്ക് മുടി വളർന്നു കഴിഞ്ഞാൽ കൊള്ളത്തില്ല ഗൈസ്. ഓക്കെ ഗൈസ്, ഞാൻ മുടി കെട്ടാം. അതിന് വേണ്ടിയിട്ട് ചീപ്പ് കെട്ടാൻ നിങ്ങൾക്ക് അറിയിച്ചേ. ചീപ്പ് കെട്ടാനോ മുടി കെട്ടാൻ നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഞാൻ പഠിച്ചു തരാം ഗൈസ്. ആദ്യം ഒരു ചീപ്പ് എടുക്കാം. ഇത് ഞങ്ങളെ രാമചന്ദ്രയിലുള്ള ചീപ്പാണ് ഗൈസ്. നിങ്ങൾക്ക് രാമചന്ദ്ര അറിയില്ല എന്ന് തോന്നുന്നു. എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ. നമ്മളുടെ രാമചന്ദ്ര മീൻസ് എൻ്റെ അല്ല, ഞങ്ങളെപ്പോഴും പോകുന്ന കട. അവിടെ എപ്പോഴും പോകുമ്പം എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ, ചീപ്പ് അങ്ങനത്തെ സാധനങ്ങൾ നോക്കാം. അവിടെ ആ സെക്ഷനിൽ പോകുമ്പോൾ എപ്പോഴും ഞാൻ എടുക്കും. ഇതിന് എത്രയോ 20 എന്തോ 25 ഗൈസ്. 20 നടുക്ക് വെപ്പാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നടുക്ക് വതുപ്പ് എടുക്കാൻ അറിഞ്ഞൂടെങ്കിൽ എടുക്കാൻ പോവല്ലേ. എന്നെപ്പോലെ ഈ ആയിട്ടിരിക്കും. നടുക്ക് വതുപ്പാണോ ഏത് വതുപ്പാണോ എനിക്കറിഞ്ഞൂടാ. എടുക്കാൻ അറിയാനുള്ള പ്രൊഫഷണൽസ് കാണും ഈ വീഡിയോ കാണുന്ന ആൾക്കാർ, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കാണും. പക്ഷെ എനിക്കറിഞ്ഞൂടാ. അതുമല്ല ഇവിടെ വന്ന ശേഷം എനിക്ക് ഇത്ര നെറ്റ് കയറിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ വന്ന് ഗൈസ് കഷണ്ടി എന്താവോ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മുടിയെങ്കിലും ഇവിടെ വെച്ചിട്ട് ഇവിടെ വരെ ആവുമായിരിക്കാം. ബിക്കോസ് നമ്മളെ യൂണിഫോമിലെ ഹെയർ സ്റ്റൈൽ അങ്ങനെയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാവോ എന്ന് അറിഞ്ഞുകൂടാ. കേൾക്കാതിരിക്കാം. ഇതിന് നമ്മൾ ബൺ തപ്പണം. പക്ഷേ ഈ പ്രാവശ്യം തപ്പണ്ട. എനിക്കറിയാതെ എവിടെയായിരിക്കാം. ഒരു ബണ്ണിട്ട് കെട്ടുക, ചൂടെടുക്കുക. എന്താ പൊട്ട് വേണം. പൊട്ട് വെക്കാത്ത ഒരാളാണ്. പൊട്ട് വേണ്ട.
ഇനി അവള് വിളിക്കുക പോകുക. സോറി, ഇന്ന് ഞാൻ കോഫിയിലല്ലോ കട്ടൻ ചായ കുടിച്ചില്ല. പകരം ഞാൻ അന്നത്തെ സ്നാക്സ് കഴിച്ചു. ഇന്ന് ബോണ്ടയായിരുന്നു. ബോണ്ട നീ എടുത്തെടുത്ത സാധനങ്ങൾ തിരിച്ച് വെക്കുക. ഐലൈനർ, പൗഡർ, പിന്നെ നിങ്ങൾ മസ്റ്റായിട്ട് വെയർ ചെയ്യേണ്ട സാധനമുണ്ട്. ഓടാത്ത വാച്ച് ഉപയോഗിക്കുക. ഓടുന്ന വാച്ചൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ബിക്കോസ് നമ്മൾ ഒരു ഫോണുണ്ടല്ലോ, സമയം ആരെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻ പറയാം ആൻറ്റി സമയം ഇത്രയായി കൊണ്ട് വാച്ച്. അപ്പോൾ ആൻറ്റി ചോദിക്കും വാച്ച് സമയമില്ലേ മോളെ? പറയില്ല ആൻറ്റി, മൊബൈലിരിക്കുമ്പോൾ നമുക്ക് എന്തിനാണ് അതൊക്കെ അല്ലേ? ഓക്കെ ഗായ്സ്, സമയം എത്രയാന്ന് നോക്കട്ടെ ഗായ്സ്. വാച്ചുണ്ട്, പക്ഷെ വാച്ച് ഓടില്ല. അങ്ങനെ അവള് വിളിച്ചിരിക്കുവാണ് പോവാന്ന്. 5 മണിക്ക് എന്തോ ഇറങ്ങാന്ന് പറഞ്ഞതാ. 5:30 ആകുമ്പോൾ കറക്റ്റ് ടൈമിങ്ങുള്ള ഫ്രണ്ട്സിനെ കാണും. ഓക്കെ ഗായ്സ്, ലിഫ്റ്റ് വന്നു. ഇത് ഞാൻ മാത്രമല്ല ഗൈസ്. ഡൈവുമില്ല ലിഫ്റ്റിന്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് അസുഖമുണ്ട്. ഒരു ബാഗ് എടുത്തിട്ടുണ്ട് ഗൈസ് കൂടെ വെക്കാൻ. എൻ്റെ ചെരുപ്പ് ഞാൻ കാണിച്ചു തരാവേ. ഇതിൻ്റെ ഒട്ടും മാച്ച് ആവാത്ത ഒരു ചെരുപ്പാണ് ഞാൻ ഇട്ടേക്കുന്നത്. അവള് അപ്പുറത്തെ ഹോസ്റ്റലില്ല, ഇറങ്ങിക്കോയിക്കൊണ്ട് അതിൻ്റെ കാണാനില്ല. എവിടെയോ ഇനി കുറേ നേരം അവൾക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. അതോ വരുന്ന ഗൈസ്. കാലുവേദന എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഭയങ്കര സ്ട്രോങ് തന്നെ. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഗൈസ്. ആഫ്റ്റർ എ ലോങ് ടൈം. അതെ, വണ്ടി ഇടിച്ച് അത് സൂക്ഷിച്ച് നോക്കാം. സബ്സ്ക്രൈബ്, കമന്റ് എല്ലാം ചെയ്യുക. അതെ, ഞാൻ ഇന്ന് എന്നെ കൂടുതൽ എല്ലാവരും ഈ പെണ്ണ് എന്ത് സ്പ്രേ അടിച്ചിരുന്നത് ചോദിക്കണം. അതുകൊണ്ട് മാത്രം ഞാൻ ഇട്ടേക്കണം. ഓക്കെ, നമ്മളിപ്പോൾ എവിടേക്കാണ് പോകുന്നത്? നമുക്ക് ഓർമ്മയിലും കയറണം. ചെറുതായിട്ട് സുഭാഷും കൂടെ പോയിട്ട് വരാം. സുഭാഷ് പൊക്കൂടെ? ഞാനല്ലേ പറഞ്ഞ എവിടെ വേണേ വിളിച്ചാൽ വരാമെന്ന്. സൗജന്യം വിളിച്ചാൽ എവിടേക്കാണ്? അയ്യോ വണ്ടി എന്നാണ് സൗജയുടെ വിചാരം. ഇല്ല ആ കയ്യിലിരിക്കത്തുള്ള വിചാരം. പോട്ടെ ഗായ്സ്, പോട്ടെ. ഫോക്കസ് ഷാർമ കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ 25 രൂപ. നമ്മളെ സെൻറ് തെരാസ് കോളേജിൻ്റെ അടുത്ത് തന്നെ ഫോക്കസ് ഷാർമ. അത് വേറെ ഏതെങ്കിലും ചൂടുണ്ടായിരുന്നു. എനിക്ക് കൊച്ചി വന്നു കഴിഞ്ഞാൽ പിന്നെ കൊച്ചി വന്നു കഴിഞ്ഞാൽ കഴിക്കുന്ന സാധനം എന്താ ചിരിക്കുന്നേ? കഴിച്ചിട്ട് വരാവേ. ചോറിന് എത്താറായി ഗൈസ്.
ചെന്നൈയിൽ ഇപ്പോൾ തിരക്കായിരിക്കും, ബിക്കോസ് ഇവിടെ ഫുൾ ക്രൗഡാണ്. അപ്പം ഇച്ചിരി എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞൂടെ, നോക്കാം. ഈ സൈഡ് ഫുള്ളും ഇങ്ങനെ കമ്മല്, മാല, ഡ്രസ്സ് ഇതൊക്കെ കുറെ കടയാണ്. ഈ സൈഡിൽ ഇത് പാറം കൊണ്ട് നമ്മളിപ്പോ എത്തിയിരിക്കുന്നു ഗേൾസ്. തിരക്കുണ്ട്. മോള് വന്നു. ഞാൻ ഇതിൻ്റെ സിമ്പിൾ അതിനെന്താ പറഞ്ഞ ലോക്കറ്റ് ഉള്ളതാണ് നോക്കാൻ വന്നത്. പക്ഷെ ഒരു സിമ്പിൾ ലോക്കറ്റാണ് നോക്കാൻ വന്നത്. പക്ഷെ അതില്ല. 3 പീസ് ലോക്കറ്റേ ഉള്ളൂ. പക്ഷെ ഇത് കൊള്ളാം. പിന്നെ ഇത് ചിലപ്പോൾ ഞാൻ ചേച്ചിക്ക് എടുക്കും. ഇതിൻ്റെ കൂടെ പെയർ ചെയ്യേണ്ട ഒരു ഇയറിങ്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എന്തായാലും ഇതും കൂടെ എടുക്കേണ്ടി വരും. ഗായ്സ്, എൻ്റെ അക്കൗണ്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം വേഗം അല്ലേ ഗായ്സ്. എൻ്റെ അക്കൗണ്ട് സെർവർ ഡൗൺ ആണോ എന്താണെന്ന് അറിയത്തില്ല. ATM വർക്കാവുന്നില്ല, GPayയും വർക്കാവുന്നില്ല. ഇങ്ങനെ ശോകം പിടിച്ചിരിക്കുന്നു. പക്ഷേ ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ പൈസ കൊടുത്തു ഗൈസ്. നമ്മൾ ഉർവശിയില്ല ഓർഡറിൽ പോയിട്ട് അവിടെ അടയ്ക്കാൻ പറ്റിയില്ല. കാർഡ് കൊടുത്തു, ആവുന്നില്ല. അവസാനം ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ പേ ചെയ്തു. ഇപ്പം ഒരു കടയിൽ വന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. ഫുഡല്ല, സ്നാക്സ്. അപ്പം അതിൻ്റെ പൈസ ആവുന്നില്ലായിരുന്നു. പിന്നെ അമ്മയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് തിന്നുന്നത്. എന്തോ എല്ലാവരുടെയും ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഞാൻ അച്ഛൻ്റെ വിളിച്ച് ചോദിക്കുമ്പം അച്ഛൻ്റെ സെയിം അവസ്ഥ, എൻ്റെ കസിൻ ചേച്ചിൻ്റെ എല്ലാം ഈ സെയിം അവസ്ഥ തന്നെ. എന്തിനാണ് ദൈവമില്ലല്ലോ ബാങ്കുകാർ ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഒന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിരുന്നപ്പോൾ പൈസ ഇല്ല, ഒന്നുമില്ല. പൈസ ഉണ്ട്, ബാങ്കിലുണ്ട്. പക്ഷേ ATM എടുക്കാൻ പറ്റുന്നില്ല, GPay ചെയ്യാനും പറ്റുന്നില്ല. ശോകമാണ് ഗൈസ്. കഴിച്ചിട്ട് വരാവേ. നമ്മൾ വിളിക്കാൻ വേണ്ടി എന്തുവായിരുന്നു, ജോഴ്സി അല്ല, ട്രാക്ക് സ്യൂട്ടല്ല, ജിമ്മിലിടുന്ന പാൻറ് നോക്കി ഇറങ്ങിയേക്കാം. ഇത് സ്വെറ്റാക്കി ഇത് പിടിച്ചു വെച്ചേക്കും. തണുപ്പാണ് ഇതിടുമ്പോൾ. ലേഡീസിൻ്റെ ജിമ്മിൽ